ഹരി ഓം. ഇന്ന് നമ്മുടെ വിഷയം വേറൊന്നുമല്ല, വിഷ്ണു സഹസ്രനാമം. പല കാലങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് അത് കുറേശ്ശെ പറഞ്ഞൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന്. കാരണം ആരെങ്കിലും ചോദിച്ചാലൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ചിട്ടയായിട്ടൊന്ന് പറഞ്ഞു വെക്കാൻ. കാരണം സഹസ്രനാമം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 1000 നാമങ്ങളുണ്ടെന്ന്. ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം വളരെ പ്രസിദ്ധമാണ്. സഹസ്രനാമങ്ങളിൽ വെച്ച സ്തോത്രങ്ങളിൽ വെച്ച് ഏറ്റവും സ്തുതികളിലും സ്തോത്രങ്ങളിലും ഏറ്റവും മുൻപിൽ നിൽക്കുന്നതായിട്ടുള്ളത് ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമവും തന്നെയാണ്. അത് സ്തോത്രം എന്നുള്ളതിൻ്റെ ഒരു ഇത് പറയുന്നത് സ്തൂയതേ അനേന ഇതി സ്തോത്രം. അത് സ്തോത്രങ്ങൾക്ക് സംഖ്യകളുണ്ട്. നമ്മൾ പഞ്ചകം എന്ന് പറയും ചിലത്, അല്ലേ? മാതൃപഞ്ചകം, അഷ്ടകം, അതും ഉണ്ട്. അഷ്ടകം, കൃഷ്ണാഷ്ടകം ഉണ്ടല്ലോ. അതുപോലെ ദശകം 10 വീതമുള്ളത് അത്. അതുപോലെ അങ്ങനെ പറഞ്ഞ് സഹസ്രം പ്രാവശ്യം ഭഗവാനെ സ്തുതിക്കുന്നത് വിഷ്ണു സഹസ്രനാമ സ്തോത്രം എന്ന് പറയും. അതിനൊരു മുഖവര വേണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ചെറിയൊരു മുഖവരയോടുകൂടി പറയാം. ഒരുപാട് സിദ്ധന്മാർ ഈശ്വരൻ്റെ ഒരു പേര് മാത്രം ഉച്ചരിച്ച് തൃപ്തിപ്പെടുന്നവരല്ല. വളരെ സിദ്ധിയുള്ളവർ, ജ്ഞാനികളായിട്ടുള്ളവർക്ക് ഈശ്വരൻ്റെ ഒരു നാമം മാത്രം ഉച്ചരിച്ച് അവർ സായുജ്യം, അല്ലെങ്കിൽ അവർക്ക് ആ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്താൻ അവർക്കത് മതിയാകുമെങ്കിലും അതുകൊണ്ട് അവർ തൃപ്തരായിരുന്നില്ല. സത്യത്തിൽ അതാണ്. അവർക്കത് വീണ്ടും പല നാമങ്ങൾ, പല പേരുകൾ, പല രൂപങ്ങൾ ഒക്കെ ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് കണ്ടുവച്ചിരുന്നു. ജ്ഞാനികളായിട്ടുള്ളവർ, നമ്മൾ സാധാരണക്കാരുടെ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. അവരിലെ വിശേഷപ്പെട്ട ഒരു സിദ്ധർ അരുളുന്ന പറയുന്ന ഒരു പേരാണ് 1000 പറവി വാനോർ എട്ടും പെരുമാനേ എന്ന്. അതായത് അതൊരു തമിഴ് വാക്കാണ്. 1000 പേരുള്ള ദൈവം, 1000 പേരുകളുള്ള ഒരു ദൈവം. ആ ഒരു ദൈവത്തിന് 1000 പേരുകൾ. അതിനെ 1000 എന്ന് പറയുന്നത് പലയിടത്തും നമ്മുടെ ഭാഗവതത്തിൽ, നമ്മുടെ പുരാണങ്ങളിൽ ഒക്കെ 1000 എന്ന് നമ്മൾ പറയാറുണ്ട്. ആയുധം എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അതൊരു സംഖ്യ, ഒരു പ്രത്യേകം നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന ആ ഒരു കണക്കിൽ പഠിക്കുന്ന ആ ഒരു 1 2 3 4 1 2 3 എണ്ണി ഇങ്ങനെ 1000 വരെ. അതായത് അല്ലെങ്കിൽ മലയാളത്തിൽ എണ്ണുമ്പോൾ 1000, അത് സംസ്കൃതത്തിൽ എണ്ണുമ്പോൾ സഹസ്രം എന്ന് പറയുന്ന ഒരു ആ സംഖ്യയല്ല, അനേകം എന്തിനേയും ഒരുപാട് എന്നുള്ളതിനൊരർത്ഥത്തിനാണ് ഈ എന്നെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് 1000 എന്ന് പറയുന്നത്. അതായത് നമ്മൾ പല കഥകളിലും കേട്ടിട്ടുണ്ട്, 1000 വർഷങ്ങൾ ജീവിച്ചിരുന്ന് ഭരിച്ചതിന് ശേഷം മരിച്ചു പോയെന്ന്. കഥ തീരുന്നത് അങ്ങനെയായിരിക്കും. ഏതെങ്കിലും അത്രയും നമ്മൾ പറയുള്ളൂ. അപ്പം നമ്മുടെ പ്രായത്തിനും നമ്മുടെ വിജ്ഞാനത്തിനും അറിവിനും ഒക്കെ കണക്ക് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് 1000 അത് ഓരോരുത്തരുടെ പ്രായത്തിനും അവരുടെ അറിവ്, കാരണം 1000 എന്നുള്ളത് എത്ര സംഖ്യയുണ്ടെന്ന് മനസ്സിലാക്കുന്ന പ്രായത്തിൽ അതിന് അങ്ങനെ തന്നെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കൂടി മനസ്സിലാക്കി വരുമ്പോഴാണ് ഇതൊരു അളവില്ലാത്ത എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. അത് ഒരു വിഷ്ണു സഹസ്രനാമ സ്തോത്രം, സഹസ്രനാമ സ്തോത്രമുണ്ട്. ഈ രണ്ട് സഹസ്രനാമ സ്തോത്രവും വിഷ്ണു സഹസ്രനാമ സ്തോത്രവും മഹാഭാരതത്തിലാണ്. ഭഗവാൻ വ്യാസൻ ആണ് ഇത് രണ്ടും എഴുതിയിരിക്കുന്നത്. വ്യാസനാണ് അത്. ശിവസഹസ്രനാമം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് ഭഗവത്ഗീത. അതും മഹാഭാരതം എന്ന ബൃഹത്തായ എപ്പിക് നമ്മൾ പറയുന്ന അതിനകത്തെ ഒരു ചെറിയ 700 ശ്ലോകങ്ങളുള്ള ഒരു ഭാഗം അടർത്തിയെടുത്തതാണ് ഭഗവത്ഗീത എന്ന ഹാൻഡ് ബുക്ക്. ചെറിയ ഒരു പുസ്തകമാണ്. 700 ശ്ലോകങ്ങളേ ഉള്ളൂ. 18 അധ്യായങ്ങളുണ്ട്. ആ 700 ശ്ലോകങ്ങളുള്ള 18 അധ്യായമുള്ള ആ ഭഗവത്ഗീത
പാശ്ചാത്യ രാജ്യങ്ങളിൽ, അന്യ എന്ന് പറയാൻ പറ്റത്തില്ല, പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് അവരൊരു കൈപ്പുസ്തകമായിട്ട് അവരൊരു പഠിക്കുന്നതിൻ്റെ ഒരു പാഠഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് MBA പോലെയുള്ള ഒരുപാട് ഇതില്ലേ, അതുപോലെ സ്ട്രെസ്സ് റിലീഫ്, അതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഭഗവത്ഗീത. അത് മഹാഭാരതത്തിലെ ചെറിയ ഒരു ഭാഗമാണ്, ചെറിയൊരു ഭാഗം, 700 ശ്ലോകങ്ങൾ മാത്രമുള്ളത്. അത് നമുക്ക് മിക്കവാറും കുറേ പ്രാവശ്യം വായിച്ച് അത് ആ ശ്ലോകം എല്ലാ ദിവസവും വായിക്കുന്നവർക്ക് ഒരു 10 വർഷം കൊണ്ട് വേണ്ട, അത്രയും കാണാതെ പഠിക്കാൻ മാത്രം എളുപ്പം, അത്രയേ ഉള്ളത് സത്യത്തിൽ ഭഗവത്ഗീതയുടെ സ്തോത്രങ്ങൾ. കാരണം വിഷ്ണു സഹസ്രനാമം തന്നെ എത്രയുണ്ട്, അത് നമ്മൾ കാണാതെ പഠിച്ച് ഭഗവാനെ ഉപാസിക്കുന്നവർ ഉണ്ടല്ലോ. അപ്പോൾ ഇതും അതുപോലെ തന്നെയുള്ളൊരു പുസ്തകമാണ്. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, വിഷ്ണു സഹസ്രനാമത്തിൻ്റെ കാര്യം പറഞ്ഞുകൂടെ. അപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിൽ ഒരിടത്ത് കോർത്ത് കെട്ടിയ നാമങ്ങളാണ്, ചുമ്മാതില്ല, കോർത്തൊരു സുക്തിമണി പോലുള്ള ഭാഗവതം എന്ന് മലയാള ഭാഗവതത്തിലെ ഒരു ഭാഗവത കീർത്തനത്തിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞൊരു നൂലിൽ കെട്ടിയ പോലെയാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, തത്വവിദേകാത്മ ജന്മമൃത്യു ജരാധിക, പരസ്പര ബന്ധമില്ലാതെ അവിടുന്ന് ഇവിടുന്നുമൊക്കെ പെറുക്കിയെടുത്ത് കൂട്ടിച്ചേർത്തവയല്ല അതൊന്നും. അത് ഓരോ നാമങ്ങളും ഓരോന്നിന് അടുക്കടുക്കായിട്ട് തത്വജ്ഞാന സംബന്ധമായ ഒരു ചിട്ടയുണ്ട്, അതിനൊരു ഫ്ലോയുണ്ട്. അങ്ങനെയാണ്, ആ ഫ്ലോയിലാണത് പോകുന്നത്. പിന്നെ പറയുന്നത് ശബ്ദശാസ്ത്രപ്രകാരവും വിഷ്ണു സഹസ്രനാമം ഏറ്റവും ശ്രേഷ്ഠമാണെന്നാണ്. അതുകൊണ്ട് ഉച്ചാരണത്തിൽ അതിൻ്റെ വിസർഗം എന്ന് വെച്ചാൽ ആ 2 കുത്തിടുന്നത്, ഹ എന്ന് പറയുന്നത്, ഹി എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിനകത്ത് പണ്ഡിതന്മാർ തമ്മിൽ തർക്കമുണ്ട്, അത് ഉച്ചരിക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭവ്യ ഭവത് പ്രഭു എന്ന് പറയുന്നവരുണ്ട്. പിന്നെ നമ്മളുടെ കേരള നാട്ടിൽ അത് പ്രഭു എന്ന് പറഞ്ഞ, കാരണം ആ പ്രഭു എന്നുള്ള ഉകാരം മുഴുവൻ പറയരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഊവിൻ്റെ പകുതി പറയുന്നത് എങ്ങനെയാണ്? ഊവിൻ്റെ പകുതി പറയാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ ഏതെന്നായിപ്പോവും, അതല്ല താനും. അതുകൊണ്ട് പ്രഭു എന്നങ്ങ് വടക്കൻ ഇന്ത്യക്കാർ വടക്കൻ ഭാരതത്തിൽ താമസിക്കുന്നവർ അങ്ങനെ അങ്ങ് പറഞ്ഞു പഠിച്ചു. അവരങ്ങനെയാണ് പറയുന്നത്, അവരുടെ രീതി അങ്ങനെ തന്നെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ. വടക്കേ ഇന്ത്യക്കാർ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് നമ്മളെ പോലെ ഇങ്ങനെ തീയിൽ തൊട്ടിട്ട് എടുക്കുന്ന പോലെ നമ്മൾ പ്രഭു എന്ന് പറയും, അതാണ് പറയേണ്ടത്. പക്ഷേ അങ്ങനെ പറയാൻ ഒരിക്കലും മനുഷ്യ നാക്കിന് സാധ്യമല്ല, അവർ പറയുന്ന പോലെ. അപ്പോൾ അതിലും ഭേദം അവിടെ ഒരു വിസർഗമുണ്ട് എന്ന് മനസ്സിലാക്കാൻ, കേൾക്കുന്ന ആളിന് മനസ്സിലാക്കാൻ പ്രഭുഹു എന്ന് പറയും. ആകാരത്തിൽ നിൽക്കുന്നതാണ് ഭൂതഭാവനഹ എന്ന് പറയും. ന എന്ന് പറയുമ്പോൾ ആകാരത്തിലല്ലേ നിൽക്കുന്നത്, എന്നുള്ള അക്ഷരത്തിൽ നിൽക്കുന്നത്. ഈ എന്നാണെങ്കിൽ ഹി എന്ന് പറയും ആ വിസർഗത്തിന്. അതങ്ങനെ കുറേ കാര്യങ്ങൾ ചിട്ടയായിട്ട് പറയാം. അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇത് പഠിച്ചാൽ ശരിയായ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ അനുഷ്ഠുപ്പ് വൃത്തം എന്നാണ് ഇതിന് പറയുന്നത്. അതായത് 32 അക്ഷരങ്ങളുണ്ട്, ഈരടികളാണ് 32 അക്ഷരങ്ങൾ. അതിനെ 4ആയിട്ട് ഭാഗിച്ചാൽ 8 അക്ഷരം, ഒരു പാദം, 2-ാം പാദം 8 അക്ഷരം, 16ആയി. 3-ാം പാദം 8 അക്ഷരം, 24ആയി. പിന്നെ 4-ാം പാദം 8 അക്ഷരം, 32. അങ്ങനെയാണ് പറഞ്ഞു പോരുന്നത്. ചില പുസ്തകത്തിൽ ഇത് 4 ലൈനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് 8 അക്ഷരം വീതം ഓരോ ലൈൻ. ചിലതിനകത്ത് 16 അക്ഷരം വീതം 2 ലൈൻ, 32 അക്ഷരങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതി. അതുപോലെ ഈ നാമങ്ങളെക്കുറിച്ചുള്ള ഈശ്വരൻ്റെ തത്വമാണ്, അതാണ് പരമമായ സത്യം. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? അതാണ് പരമമായ സത്യം. സത്യമായ ഒന്നേ ഉള്ളൂ, അതാണ് സത്യം. അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു, പിന്നെ ആത്മ എന്ന് പറയുന്നു, ജീവൻ എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഭഗവാൻ തത്വവിത്താണ്, അതായത് ബ്രഹ്മവിത്താണ്, ബ്രഹ്മമാണ് എന്നാണ് പറഞ്ഞത്. അതുപോലെ ബ്രഹ്മത്തെ അറിയുന്നവൻ, അത് ശ്രുതിയിൽ പറയുന്നതാണ്. മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞ പോലെ ശ്രുതിയിൽ പറയുന്നതാണ്. ബ്രഹ്മത്തെ അറിയുന്നവനാണ് ബ്രഹ്മ ആയിത്തീരുന്നു. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുന്നവൻ ബ്രഹ്മമായിത്തീരുന്നു. എല്ലാം ഒന്നു തന്നെ എന്നേ ഇവിടെ അർത്ഥമുള്ളൂ. ആ തത്വത്തെ അറിയുന്നവൻ തത്വമായിത്തീരുന്നു. അതുകൊണ്ട് 2 പേരും തത്വവും തത്വവിത്തും ഏകം ആയ ഒന്നാണ് എന്നങ്ങ് പറഞ്ഞു വെക്കുക. ഈശ്വരൻ്റെ അത് മൃത്യുവിനെ, അതായത് അപ്പോൾ അവൻ ജന്മത്തെയും
മരണത്തെയും എന്നുവെച്ചാൽ വാർദ്ധക്യത്തെയും എല്ലാം മറികടക്കുന്നു. ആ സാക്ഷാത്കാരം ലഭിച്ച ഒരു ജീവന് ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാനെ അതെന്താണെന്ന് മനസ്സിലാക്കിയ ഒരുവന് ഈ ജന്മമൃത്യു ജരാദിത്വം കൈവരുന്നുണ്ട്. അങ്ങനെ ആ പരമ സത്യം, ആ തത്വം തന്നെ തത്വവും തത്വവിത്തും ഏകാത്മാവാണ്. അതങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പോകുന്നു ആ ഒഴുക്ക്. അതുകൊണ്ടാണ് ഈ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു അത് നമുക്ക് മനസ്സിലാകും, ഫീൽ ചെയ്യും. കാരണം അത് നമുക്കത് ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പ്രയാസമില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ട് ഉള്ള ആൾക്കാർ പറയുന്നത്, ചെറുപ്പകാലത്ത് ഒരു 12 വയസ്സിന് മുമ്പ് ഈ വിഷ്ണു സഹസ്രനാമം പഠിക്കുന്ന ഒരാളിന് ഒരു മണ്ഡല വ്രതക്കാലം, മണ്ഡലക്കാലം എന്ന് പറഞ്ഞാൽ 41 ദിവസം. ഒരു മണ്ഡലക്കാലം എന്ന് പറയുന്നത് 41 ദിവസത്തിനെയാണ് ഒരു മണ്ഡലം എന്ന് പറയുന്നത്. ആ 41 ദിവസം തുടർച്ചയായിട്ട് ഇത് വായിച്ചാൽ അത് നമ്മൾ അറിയാതെ തന്നെ 42ാമത്തെ ദിവസം നമുക്ക് കാണാതെ ചൊല്ലാൻ പറ്റും. ആ രീതിയിലാണ് അതിൻ്റെ ശബ്ദ രീതികളിലാണത് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ശബ്ദശാസ്ത്രപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിന് കോർത്ത് ആണ് ഓരോന്നിനോട് ബന്ധിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ ബ്രഹ്മതത്വവിത് അങ്ങനെ പോകുന്നത്. അതാണ് ഒരു കാര്യം. വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ ശ്ലോകത്തിൻ്റെ അന്വയിച്ച് അർത്ഥം ഉള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് വിഷ്ണു സഹസ്രനാമം മുഴുവൻ കാണാതെ അറിയാവുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്. കാരണം വാക്കുകളുമായിട്ട് അവർക്ക് പരിചയമുള്ളത് കൊണ്ട്. അല്ലാത്തവർക്ക് അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഞാൻ ഏകദേശം മിക്കവാറും എനിക്ക് തോന്നുന്നത് ഭൂരിപക്ഷം ആൾക്കാർക്കും ഇപ്പോൾ സഹസ്രനാമം വായിക്കാനെങ്കിലും അറിയാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ പുസ്തകമൊന്നും ഞങ്ങൾ കണ്ടിട്ടേയില്ല. വളരെ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാനിതൊക്കെ പഠിക്കുന്നത് കേട്ടോ. വളരെ വർഷങ്ങൾക്ക് ശേഷം 30 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ ഈ വിഷ്ണു സഹസ്രനാമം, അതൊക്കെ ബ്രാഹ്മണർ ആയിട്ടുള്ളവർ പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിഷ്ണു സഹസ്രനാമം എന്നൊന്നും ഉണ്ടെന്നുള്ളതല്ലാതെ അത് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണെന്നുള്ളത് ഭഗവത്ഗീത വരെ നമ്മൾ എത്തി. പക്ഷേ വിഷ്ണു സഹസ്രനാമം ഒന്നും നമ്മളാൽ ചൊല്ലപ്പെടേണ്ടതല്ല എന്നൊരു ധാരണയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞത് ശരിക്കുമുള്ള സന്യാസിമാർ അത് കുറച്ചൊക്കെ പ്രചാരം കൊടുത്ത് അങ്ങനെയാണിപ്പോൾ അതിപ്പോൾ അങ്ങ് പ്രചാരത്തിലായിട്ടിപ്പോൾ അത്രയ്ക്ക് നിങ്ങൾ തന്നെ അറിയാം. ഓരോരുത്തർക്കും അവരവരുടെ ചെറുപ്പത്തിലെ കാര്യം അവരവരുടെ അമ്മമാരോട് ചോദിച്ചാലും അറിയാം. അവർക്ക് ആർക്കും ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ബ്രാഹ്മണരായിട്ടുള്ളവർക്ക് പോലും ബ്രാഹ്മണരായിട്ടുള്ളവരുടെ സ്ത്രീകൾക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്താണ് അതിൻ്റെ കാര്യമെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ ഓംകാരം, താരക മന്ത്രം ഉച്ചരിക്കാൻ അത് ഉച്ചരിക്കാൻ സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉള്ള അറിവാണ്. അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ അവർ വേദജ്ഞരൊക്കെ പറയുന്നു അങ്ങനത്തെ കുഴപ്പമില്ല. കാരണം ഇപ്പം സ്ത്രീകൾ തന്നെ പൂജിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ പ്രസക്തിയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു പ്രശ്നമില്ല, സത്യത്തിലില്ല. പിന്നെ ഇത് അവർക്ക് വേറെ ജോലികൾ ഏൽപ്പിക്കണമെങ്കിൽ സ്ത്രീകളിത് പഠിച്ചാൽ പറ്റില്ലല്ലോ എന്നോർത്തായിരിക്കാം ഒരുപക്ഷെ. അതിന് തർക്കങ്ങളൊന്നുമില്ല കേട്ടോ. അതിനെക്കുറിച്ച് അങ്ങനെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. അതൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കേതായാലും ഇപ്പോൾ ഒരുപാട് പേര് സ്ത്രീകൾ ചൊല്ലുന്നുണ്ടാകും, നമുക്ക് ചൊല്ലാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഗുരുവായൂർ നടയിൽ വെച്ച് അവിടെ നിന്ന് ഒരുപാട് പേര് ചൊല്ലുന്നുണ്ട്. ആരും ഒന്നും കുറ്റം പറഞ്ഞ് കേട്ടിട്ടില്ല. നമുക്കും ചൊല്ലാം. അതുപോലെ വിഷ്ണു സഹസ്രനാമം പോലെ ഇത്രയും പ്രചാരം ലഭിച്ച ഒരു സ്തോത്രം ഇല്ല. അത് ഇന്ത്യയുടെ അങ്ങറ്റത്ത് നേപ്പാൾ തൊട്ട് കേരളം വരെയും, അതുപോലെ തിരിച്ച് എവിടെയാണ് ഗുജറാത്ത് തൊട്ട് മണിപ്പൂർ അവിടം വരെ ഈ സ്തോത്രം പതിവായി ജപിക്കുന്നവർ ഒരുപാട് ലക്ഷക്കണക്കിന് ആയിട്ടുള്ള ഉപാസകരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സ്തോത്രവും ഇതാണ്. മഹാഭാരതത്തിലെ അനുശാസന പർവ്വം, മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം പർവ്വങ്ങളായിട്ടാണ് അല്ലേ. നമ്മൾ രാമായണം കാണ്ഡങ്ങളാണ്. ബാലകാണ്ഡം, അയോധ്യാകാന്ഡം, കിഷ്കിന്ധ, പിന്നെ അയോധ്യാകാന്ഡം, പിന്നെ ബാലകാണ്ഡം, അയോധ്യാകാന്ഡം,
കിഷ്കിന്ധകാണ്ഡമല്ല, ഇതിന് മുമ്പിൽ എഴുതുന്നുണ്ട്, വിട്ടുപോയി. കിഷ്കിന്ധകാണ്ഡം, അങ്ങനെ ഓരോ സുന്ദരകാന്ഡം, എങ്ങനെയാണ് യുദ്ധകാന്ഡം വരെ ഉള്ളത് എന്ന് പറഞ്ഞതുപോലെ മഹാഭാരതത്തിലെ പർവം എന്നാണ് പറയുന്നത്. ഓരോ സെക്ഷനായിട്ട് തിരിച്ചിരിക്കുന്നത്. ഭാഗവതത്തിൽ സ്കന്ധം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ മഹാഭാരതത്തിലെ അനുശാസന പർവം അതിലാണ് ഈ സ്തോത്രം. അനുശാസന പർവം ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. അതിന് മനഃശാസ്ത്രപരവും ലോകത്തിന് മുഴുവൻ മംഗളകരവുമായ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട് അതിന്, ആ ഒരു പർവ്വത്തിന്. അതുപോലെ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് ധർമ്മയുദ്ധത്തിൽ, ഭയങ്കരമായ യുദ്ധത്തിൽ ഏറ്റവും വിജയം നേടി 13 വർഷത്തെ നീണ്ട 13 വർഷത്തെ വനവാസത്തിനും 1 വർഷത്തെ അജ്ഞാതവാസത്തിനും ശേഷം രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ധർമ്മപുത്രർ, അതായത് യുധിഷ്ഠിരർ മാതൃകാപരമായിട്ട് ആഗ്രഹിക്കുന്നു രാജ്യം സ്ഥാപിച്ച് അതിൽ ഭരിക്കാൻ. യുദ്ധം ചെയ്ത് നേടിയത് തന്നെയാണ്. ഒരു ക്ഷത്രിയന് വേണ്ട രീതിയിൽ തന്നെ അത് അവകാശം പിടിച്ചു വാങ്ങിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിന് പറ്റിയ ഉപദേശം ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നുണ്ട്. അതാണ് ഭഗവത്ഗീത. അതെല്ലാം ഉണ്ട്. അതുപോലെ ഭീഷ്മ പിതാമഹനാണ് അതിന് കൂടുതൽ യോഗ്യൻ എന്ന് പറഞ്ഞ് ഒരു മാതൃകാപരമായി ഇതെല്ലാം ചെയ്യണമെങ്കിൽ യുധിഷ്ഠിരനൊരു ചെറിയ ഒരു വിഷമമുണ്ട്. ഞാൻ ഇത്രയും പേരെ കൊന്നല്ലോ, ഒരുപാട് പേരെ വിധവകളാക്കിയല്ലോ, ഒരുപാട് പേരെ അനാഥരാക്കിയല്ലോ എന്നുള്ള ദുഃഖമുണ്ട്. അപ്പം അതിന് ശ്രീകൃഷ്ണൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഇതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ആൾ, ഉപദേശം കൊടുക്കുന്നതിന് ഏറ്റവും ഉചിതമായിട്ടുള്ള ആൾ ശരശയ്യയിൽ ഉത്തരായണകാലം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഭീഷ്മ പിതാമഹനാണ് എന്നറിഞ്ഞുകൊണ്ട് യുധിഷ്ഠിരനെ അവിടെയോട്ട് കൊണ്ടുപോകുന്നു ശ്രീകൃഷ്ണൻ. ഞാൻ ഈ കാര്യത്തിലോട്ട് വരിക നമ്മുടെ സഹസ്രനാമത്തിലോട്ട്, വിഷ്ണു സഹസ്രനാമത്തിലോട്ട്. അപ്പോൾ ധർമ്മപുത്രരെ ഏറ്റവും കൂടുതൽ യോഗ്യൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ് ധർമ്മപുത്രരെ ഭീഷ്മരുടെ മുമ്പിൽ എത്തിക്കുന്നു. അതുപോലെ അങ്ങനെ ഭീഷ്മ പിതാമഹൻ ഭഗവാന്റെ അഭ്യർത്ഥന മാനിച്ച് പൗത്രനായ യുധിഷ്ഠിരന് ക്ഷത്രിയ ധർമ്മത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഉപദേശിക്കുന്നു. ഇതെല്ലാം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ടും അദ്ദേഹത്തിനൊരു തൃപ്തി വരാതെ ഇരുന്നിട്ട് ലോകമംഗളത്തിനും ലോകസംഗ്രഹത്തിനും വേണ്ടി സ്ഥിതപ്രജ്ഞനും നൈഷ്ഠിക ബ്രഹ്മചാരിയും അല്ലേ, അങ്ങനെയൊക്കെയുള്ള ആളാണ്. ബ്രഹ്മചര്യമുള്ള ആളാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതുപോലെ തന്നെ സ്ഥിതപ്രജ്ഞനാണ്, എപ്പോഴും ബുദ്ധി സ്ഥിരമായിട്ട് നിൽക്കുന്ന ആളാണ്. ആ ഒരു ജന്മം വ്രതധാരിയുമായിരിക്കുന്ന 3 ചോദ്യം മുമ്പിൽ, ആ പൂർവജൻ്റെ മുമ്പിൽ, ആ യുധിഷ്ഠിരന് മുമ്പിൽ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്ന്, ലോകത്തിൽ യുധിഷ്ഠിരൻ ചോദിക്കുക, ലോകത്തിൽ ഏകമായ ഒരു ഈശ്വരനുണ്ടോ? ദൈവതം അത് ഏതാണ്? ദൈവതമുണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. രണ്ടാമത്തേത്, ലോകത്തിൽ ഒന്നായ ഏകമായ പ്രാപ്യസ്ഥാനമുണ്ടോ? നമുക്ക് പ്രാപിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടോ? പിന്നെ 3, ആരെ സ്തുതിച്ചാൽ മനുഷ്യർക്ക് മംഗളം കൈവരും? പിന്നെ ആരെ അർച്ചിച്ചാൽ നമുക്ക് മംഗളം കൈവരും, സന്തോഷം കൈവരും, അല്ലെ നല്ല കാര്യങ്ങൾ ശുഭമായി തീരും. ഏത് കാര്യങ്ങളും ശുഭമായി തീരാൻ ആർക്ക് അർച്ചന കൊടുത്താലാണ് ചെയ്യുന്നത്? പിന്നെ 5-മത്തെ ചോദ്യം, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം അങ്ങയുടെ മനസ്സിൽ, അങ്ങയുടെ അഭിപ്രായത്തിൽ ഏതാണ്? പിന്നെ 6-ാമത്തെ ചോദ്യം, എന്തിനെ ജപിച്ചാൽ ജീവജാലത്തിന് ഈ അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഈ കാണുന്ന ലോകമാണ് സംസാരം, മായ കൊണ്ടുണ്ടാക്കിയ ലോകം, അതാണ് നമ്മൾ ഈ കാണുന്ന ലോകം. ഈ മായ സംസാരത്തിൽ നിന്ന് ബന്ധനമുണ്ട് നമുക്ക്. അതായത് എൻ്റെ, ഞാൻ എന്നുള്ള അതാണ് ബന്ധനം. അതിൽ നിന്ന് മോചനം കിട്ടും. അപ്പോൾ ഈ ബന്ധനം എന്ന് പറയുന്നിടത്ത് ചെറുതായിട്ടൊരു കാര്യം കൂടി പറയണം. ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താ?
നമുക്ക് ബന്ധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്ത്? നമ്മൾ തന്നെ. നമുക്ക് മകൾ, മകൻ, ഞാൻ, എൻ്റെ മകൻ അല്ലെ എൻ്റെ മകൾ, ഞാനൊരു മകളാണ്. അപ്പോൾ എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ പുത്രൻ, എൻ്റെ പുത്രി, അത് ആണ് ഈ മമ എന്നും പറയും. മമ എൻ്റെ, അഹം ഞാൻ, അഹം മമ, ഇതാണ് നമ്മളുടെ ബന്ധനം. അതല്ലെങ്കിൽ നമുക്ക് ബന്ധനമുണ്ടോ? ആലോചിച്ച് നോക്കിക്കേ, ഇല്ല. നമുക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മളിൽ പെടുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വെറുതെ വാക്ക് പറഞ്ഞു പോകും, അയ്യോ കഷ്ടം അല്ലേ. ഒരിടത്തൊരു ബസ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. ആ ബസ് ആക്സിഡൻറ്റ് എന്ന് മാത്രം ആദ്യം കേട്ടു. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എവിടെയാണ് സ്ഥലം? ഏതോ ഒരു ദൂരെ ഒരു സ്ഥലം, കാഞ്ഞിരപ്പള്ളി എന്നോ എന്തോ പറഞ്ഞു, അല്ലെ കോട്ടയം എന്ന് പറഞ്ഞു. നമ്മൾ വേറെ എടുത്തിരിക്കുമ്പോൾ കോട്ടയം എന്ന് പറഞ്ഞു. നമ്മൾ കോട്ടയത്തൊരു ബസ് അപകടം ഉണ്ടായി കേട്ടോ. നമ്മളതിനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മളത് കേട്ടു. അയ്യോ എന്നിട്ട് വല്ലതും പറ്റിയോ എന്ന് ചിലപ്പോൾ ചോദിക്കും. ചെറിയ ഏതാണ്ടൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ച് ബസ് അപകടം ഉണ്ടായതാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, അയ്യോ ആ ബസ് അപകടം ഉണ്ടായത് കേട്ടോ, അതൊരു സ്കൂൾ ബസ്സാണ് എന്ന് പറയുന്നു. സ്കൂൾ ബസ്സാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് നിൽക്കും അവിടെ. നമ്മൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കും ആ പറഞ്ഞത് എന്താണെന്ന്. അടുത്ത ചോദ്യം നമ്മളുടെ ആ ആളിനോട് ഏത് സ്കൂളിൻ്റെ ബസ്സാണെന്നായിരിക്കും. നമ്മുടെ കുട്ടികൾ കോട്ടയത്ത് പഠിക്കുന്നുണ്ട്. അവരുടെ സ്കൂൾ അതിൽ ഏതോ ഒരു സ്കൂൾ ബസ്സാണെന്നേ പറഞ്ഞുള്ളൂ, ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ ഉടനെ അവിടെ നിന്നു. ഏത് സ്കൂൾ ബസ്സാണ്? ഒരു സ്കൂൾ ബസ്, ഒരു സ്കൂളിൻ്റെ പേര് പറയുന്നു. നമ്മളവിടെ നിന്ന് വിട്ടുപോകുന്നു അല്ലേ. നമ്മുടെ കുട്ടിയുടെ പഠിക്കുന്ന സ്കൂളിൻ്റെ അല്ലാത്ത ഒരു ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെങ്കിൽ നമ്മൾ അവിടുന്ന് അടുത്ത നമ്മളുടെ കർമ്മത്തിലേക്ക് നമ്മൾ തിരിയുന്നു. തിരിച്ചാണെങ്കിലോ, നമ്മുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്ന് അറിയുമ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും നമ്മളുടെ? ഏത് നമ്പർ ബസ്സാണെന്ന്, ഏത് നമ്പറിലെ ബസ്സാണെന്ന്. അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ആൻസർ നമ്മുടെ കുട്ടി പോകുന്നതല്ല. നമ്മുടെ കുട്ടി പോകുന്നത് 9-ാം നമ്പർ ബസ്സിലാണ്. 11-ാം നമ്പർ ബസ്സാണ് എന്നാണ് പ്രശ്നം ഉണ്ടായെന്ന് കേട്ടാൽ നമ്മളവിടെ വിട്ടുപോകുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടി 9-ാം നമ്പർ ബസ്സിലാണ് പോകുന്നതെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ മറ്റേ ഇരിക്കുന്ന ആ 11-ാം നമ്പർ ബസ്സിലിരിക്കുന്ന കുട്ടികളല്ലേ. അവിടെ എന്താ നമുക്ക് ബന്ധമുണ്ടാകാത്തത്, നമുക്കവിടെ പ്രശ്നം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ കുട്ടി 9-ാം നമ്പർ ബസ്സിലാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കവിടെ പ്രശ്നം ഉണ്ടായത്. അപ്പം പ്രശ്നം ഉണ്ടാകാത്തതും ഉണ്ടാകുന്നതോ രണ്ടും ആണെങ്കിലും 9-ാം നമ്പർ എന്ന് കേട്ടാൽ നമ്മൾ പിന്നെ അനങ്ങില്ല. കുറച്ച് നേരത്തേക്ക് നിശ്ചലമാകും. നമ്മൾ ചിലപ്പോൾ ആൾക്കാർ നമ്മളെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും കിടത്തിയിരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് നമുക്കറിയാവുന്ന നമ്പറിലോട്ട് വിളിച്ച് ചോദിക്കും. എന്താ ചോദിക്കുന്നത്? ഈ പേരിലുള്ള എന്താണ് അപകടം ഉണ്ടായത്? ഈ പേരിലുള്ള കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഇപ്പോൾ മനസ്സിലായോ? മമത, എൻ്റെ, അഹം, ഞാൻ, എൻ്റെ അതാണ് നമ്മളെ ഈ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്ന. ആ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ചില്ലറ പാടൊന്നും അല്ലല്ലേ. അതൊക്കെ പറയാമെന്നേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ നേടിയ ആൾക്കാർ ഉണ്ട്. അത് ഭാഗവതം കൃത്യമായിട്ട് മുഴുവൻ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. വിധിച്ചത് വരും എന്നുള്ള ഒരു തോന്നൽ, അത് വിധിച്ചതേ വരുള്ളൂ. അതിപ്പം നമ്മൾ മനസ്സംയമനം നേടാനായിട്ട് പല മാർഗങ്ങൾ തേടുന്നതിൽ ഒരിതാണ് ആ മമ എൻ്റെ എന്നുള്ളതൊന്ന് വിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കോ. പറ്റില്ല നമുക്ക്, കാരണം നമ്മളത് അത്രയും വരെ ആയിട്ടില്ല. അതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ആ പിതാമഹൻ വളരെ കുറച്ച് ചെറിയതായിട്ട് ഉത്തരം പറഞ്ഞു. ആ സ്തോത്രത്തിൻ്റെ ആ 13 ശ്ലോകങ്ങളടങ്ങുന്ന 1-ാം ഭാഗം അതാണ്. ഉത്തരങ്ങളുടെ വിശദമായ അതിനെക്കുറിച്ചുള്ള വിശദീകരണം, അതിനെ മനസ്സിലാക്കാനുള്ളത് പ്രമാണവുമായി ഭീഷ്മാചാര്യർ വിഷ്ണു ഭഗവാന്റെ 1000 പേരുകൾ പവിത്ര ഗംഗയുടെ ഗംഗ ഒഴുകുന്നത് പോലെ ആണ്. അതത്ര നല്ല സുന്ദരമായിട്ടാണ് ഗംഗ ഒഴുകുന്നത് കണ്ടിട്ടുള്ളവർക്കറിയാതെ അങ്ങനെ പ്രവാഹം പോലെ അങ്ങ് പറയുകയാണ്. ആ ഭാഗമാണ് 107 ശ്ലോകങ്ങൾ അടങ്ങുന്ന ഈ സ്തോത്രം. 107 ശ്ലോകങ്ങളേ ഉള്ളൂ വിഷ്ണു സഹസ്രനാമം. ലളിതാ സഹസ്രനാമം അതിൽ കൂടുതലുണ്ട്. ഇതാണ് ഈ സ്തോത്രത്തിൻ്റെ കാതലായ 2ാമത്തെ ഭാഗം. പിന്നെ 22 ശ്ലോകങ്ങൾ മുൻപ് പറഞ്ഞ പേരുകൾ
പറഞ്ഞാലുള്ള ഫലപ്രാപ്തിയാണ്. അത് നമ്മൾ എത്ര പ്രാവശ്യം ചൊല്ലിയാൽ എന്തെല്ലാം നേട്ടം, അതായത് ആ ഫലസിദ്ധി എന്ന് പറയും, ആ ഫലശ്രുതി പറയും, അതും കൂടെ ഇന്നതൊക്കെ ഉണ്ടാകുമെന്നും കൂടെ ആ സ്തോത്രത്തിൻ്റെ 3-ാം ഭാഗമായിട്ടാണ് ഫലശ്രുതി പറയുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് അത്രയ്ക്ക് അറിഞ്ഞാൽ മതിയല്ലോ. നമ്മൾ അങ്ങനെ പറയുന്നതാണ് ഈ വിഷ്ണു സഹസ്രനാമം, സമ്പൂർണ്ണ വിഷ്ണു സഹസ്രനാമം എന്ന സ്തോത്രം. നിത്യം പാരായണം ചെയ്യുന്നവരിൽ ചിലരൊക്കെ ഈ 142 ശ്ലോകങ്ങളും, അതായത് ആ 13, ആദ്യത്തെ 13, പിന്നെ 107, 22 എന്നുള്ള ആ മട്ടിൽ ബാക്കിയുള്ളവർ 107 ശ്ലോകം മാത്രം ചൊല്ലുന്നു ആയി കാണാം. നമ്മൾ ആ 107 ശീലിച്ചിരിക്കുന്നത്. ഓം വിശ്വം വിഷ്ണുർ അവിടം തൊട്ട് ആണ് നമ്മൾ ചൊല്ലുന്നത്. പിന്നെ ഓരോ പ്രാദേശികമായിട്ട് വ്യത്യാസം അല്ല, അത് അങ്ങനത്തെ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസമല്ല. ചൊല്ലുന്നവരുടെ അക്കുലം, ഏത് കുലത്തിൽ ജനിച്ചവരാണോ അവരാണ് അങ്ങനെ. അതിന് ഗുരുവിൻ്റെ ഉപദേശം, ഓരോ ഗുരുവിൻ്റെ കീഴിൽ പഠിച്ചവർ ഓരോ രീതിയിലായിരിക്കും ചൊല്ലുന്നത്. അങ്ങനെ ആണ്. ഇപ്പം ബ്രാഹ്മണരായിട്ടുള്ളവരൊക്കെ ചെല്ലുമ്പോൾ അനുഷ്ഠിപ്പ് ഛന്ദസ് അതൊക്കെ പറഞ്ഞൊക്കെ ചൊല്ലും. അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഗുരു ചൊല്ലുന്നതിൻ്റെ ഉപദേശം, ആ ഗുരുപദേശത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് ചൊല്ലിപ്പോരുകയാണ്. അതുകൊണ്ട് അത് ഏത് ശരിയാണെന്നോ അത് ശരിയാണ്, ഇത് തെറ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ നമ്മുടെ തീരുമാനമെടുക്കുക, എവിടം തൊട്ട് ചെല്ലണം, എന്ത് ചെല്ലണമെന്ന്. അതേ ഉള്ളൂ. നിർമ്മലമായ മനസ്സോടുകൂടി സ്വന്തം ആഗ്രഹപ്രകാരം ആണ് നമ്മുടെ മാർഗം തെളിച്ചു പോകുന്നത്, അല്ലേ? നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നമ്മൾ ഓരോ മാർഗത്തിലോട്ട് എത്തിപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കാര്യത്തിലും അതങ്ങനെ സ്വീകരിക്കുക, നമ്മുടെ ഇഷ്ടപ്രകാരം ചൊല്ലുക. പക്ഷേ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ആത്മശാന്തിയും അത് ആണ് ഏറ്റവും പ്രധാനം, അതാണ് പരമപ്രധാനം. നമുക്കതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്നൊന്ന് അറിഞ്ഞിരിക്കുകയാണ് ഏറ്റവും അത്യാവശ്യം. അതാണ് 1-ാം ഭാഗം എന്ന് പറയുന്നത്. ഭാഗം 1 13 ശ്ലോകങ്ങളാണ് ഉള്ളത്. അത് നമ്മൾ പഠിക്കുന്നില്ല. ഞാൻ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 2-ാം ഭാഗത്തിലെ ആ 107 ശ്ലോകങ്ങളുള്ള ആ ഭാഗമാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭുഃ ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനഃ. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത്, ഞങ്ങളുടെ ഗുരു അങ്ങനെയാണ് പഠിപ്പിച്ചത്, അതുകൊണ്ട് അങ്ങനെ തന്നെ ചെല്ലുന്നു. അതിനു മുമ്പ് ഒരു ധ്യാന ശ്ലോകങ്ങളുണ്ട്. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അത് ചൊല്ലിയിട്ട് ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭുഃ ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനഃ. വിശ്വം എന്ന് വെച്ചാൽ പ്രവേശിച്ചിരിക്കുന്നത്, മുഴുവൻ സൃഷ്ടിയിലും പ്രവേശിച്ചവൻ എന്നർത്ഥമാക്കാം നമുക്കതിന്. ആ മുഴുവൻ സൃഷ്ടിയെ തന്നിൽ പ്രവേശിപ്പിച്ചവൻ, അതിനെ ബ്രഹ്മം. ഈ പേര് ബ്രഹ്മം എന്നുള്ളത് ഒരു പ്രത്യേക ഒരു പുല്ലിംഗമോ സ്ത്രീലിംഗമോ അല്ല, നപുംസകലിംഗമാണ്. ഇതുപോലെ പേരുകൾ ഇതുപോലത്തെ പേരുകൾ ഇനിയും വരും. അതായത് ഈ ഒന്നും അല്ലാത്തത് ബ്രഹ്മം എന്നുള്ള പേര്. വിഷ്ണുഹോ എന്ന് വെച്ചാൽ എല്ലായിടത്തും വ്യാപിച്ച് ഇരിക്കുന്നവൻ എന്നുള്ള അർത്ഥം. വ്യാപ്നോദീതി വിഷ്ണു എന്നാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സർവത്ര അണുതോറും വ്യാപിച്ചിരിക്കുക. അണോരണീയാം എന്ന് പലയിടത്തും പറയുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ അണുക്കളിൽ വെച്ച് അണുതോറും കുഞ്ഞു കാര്യം തൊട്ട് വലിയ കാര്യം വരെ വ്യാപിച്ചിരിക്കുന്നവൻ വിഷ്ണു. വഷട്കാരഹ, അതായത് യാഗങ്ങളിൽ വഷട്ട് എന്ന് അവസാനിക്കുന്ന മന്ത്രങ്ങൾ ഉണ്ട്. ഈ യാഗമൊക്കെ ചെയ്യുന്നിടത്ത് മന്ത്രങ്ങളുള്ളത്, അതിനകത്ത് വഷട്ട് എന്ന് തീരുന്ന മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ദൈവം വഷട്കാരൻ. ആ മന്ത്രങ്ങൾ കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ആ ദൈവത്തിനെ വഷട്കാരൻ എന്ന് പറയും. ആ പ്രയോഗത്തിൽ വഷട്കാരഹ എന്നാണ്. ഇവിടെ യജ്ഞം തന്നെ അപ്പോൾ യജ്ഞസ്വരൂപൻ എന്നർത്ഥം, അതായത് പ്രജാപതി. അതൊക്കെ നമ്മൾ പറഞ്ഞു പോകാമെന്നേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഭൂതഭവ്യ ഭവത് പ്രഭുഃ, ഭൂതം അതായത് കഴിഞ്ഞു പോയത്,
ഭവ്യം വരാനിരിക്കുന്നത്, ഭവത് നടക്കുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പിന്നെ വരാനിരിക്കുന്നത്, പിന്നെ വരാൻ പോകുന്ന ഭാവി, പിന്നെ കണ്ടിന്യൂസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഇത് അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഒന്ന് കഴിഞ്ഞു പോയത്, പിന്നെ വരാനിരിക്കുന്നത്, ഒന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 3 കാലങ്ങൾ, കാലം 3 ഉണ്ടല്ലോ അല്ലേ, കാലം 3. അവയുടെ പ്രഭു ആയ എന്താണ്, ത്രികാലനാഥനാണ്. 3 കാലങ്ങളുടെയും നാഥനാണ്. കഴിഞ്ഞതിൻ്റേതും അതെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെയും അതെ, ഇനി ഇത് കഴിഞ്ഞ് വരാനിരിക്കുന്നതിൻ്റെയും നാഥൻ ആരാണ്? അതാണ് ഭൂത ഭവ്യ ഭവത് പ്രഭു. പ്രഭു എന്ന് പറഞ്ഞാൽ നാഥൻ. ഭൂതകൃത് ഭൂതാനി കരോതി ഇതി, ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നവൻ. ഭൂതകൃത് ഭൂതാനി കരോതി, ഭൂതങ്ങളെ കരോതി സൃഷ്ടിക്കുന്നവൻ. അതായത് ഭൂതങ്ങളെ സൃഷ്ടിക്കുന്നവൻ ബ്രഹ്മസ്വരൂപൻ. ഭൂതാനി കൃതന്തി ഇതി, ഭൂതങ്ങളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്നവൻ. കൃതന്തി, ഭൂതാനി കൃതന്തി, കൃതന്തി എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നവൻ. രുദ്രസ്വരൂപൻ, അതായത് ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ഉണ്ടെന്ന് താല്പര്യം. ഭൂതഭൃത്, ഭൂതജാലങ്ങളെ ഭരിക്കുന്നവൻ, അതായത് പരിപോഷിപ്പിക്കുന്നവൻ. ഭൂതഭൃത്. ഭാവഹ, ഭവിക്കുന്നവൻ, അതായത് ഉണ്ടാകുന്നവൻ. ഉണ്ട് എന്നുള്ള ഒരു ഇത്, എന്തെങ്കിലും ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിനകത്ത് ഉണ്മ വേണം അല്ലേ. ഇവിടെ ഒരു വിളക്കിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ആ വിളക്ക് അവിടെ വേണം, ആ ഉണ്മ. പിന്നെ ഭൂതഭാവനഹ, ഭൂതാത്മാ, എല്ലാ ജീവജാലങ്ങളിലും അന്തരാത്മാവ്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സർവഭൂതസ്ഥിതൻ, സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവൻ. ഭൂതഭാവന, അതായത് എല്ലാ ഭൂതങ്ങളെയും എല്ലാ ജീവനുകളെയും ഭവിപ്പിക്കുന്നത്, ഉണ്ടാക്കുന്നതും വളർത്തുകയും ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. അതാണ് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ. അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. കാരണം മുഖവുര പറഞ്ഞതുകൊണ്ട് കുറച്ച് പറഞ്ഞു. ഹരി ഓം.